മാർച്ച് 3rd വീക്കാണ് കേട്ടോ. യൂഷ്വൽ സ്നോ ഒക്കെ ഈ ജനുവരി അല്ലെങ്കിൽ നവംബർ ഡിസംബറിലൊക്കെ ആണെങ്കിൽ അത്രയും ഹെവിയാണ്. ഇപ്പൊ ഈ സമയത്ത് ഒരു ഇത്രയും തിക്കായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇത് സിസു വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഈ നാവ് ഇങ്ങനെ വഴങ്ങുന്നില്ല, ഇങ്ങനെ തണുത്തിട്ട്. അപ്പയും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സ്ഥലം കാണാൻ പറ്റുമെന്നുള്ള ഒരിക്കലും പ്രതീക്ഷയില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ എത്ര നേരം വേണേലും ഇങ്ങനെ നടക്കാം. എന്താ ഭംഗിയല്ലേ, എവിടെ നോക്കിയാലും ഫുള്ള് സ്നോ ആണ്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട്, പക്ഷെ അതൊക്കെ മഞ്ഞിലങ്ങ് പൊതഞ്ഞു പോയി. അതിൻ്റെയൊക്കെ മേൽക്കൂര മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയും സ്നോ ആണ് ഇവിടെ കിടന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, കാരണം ഇവിടുത്തെ ഷോപ്പൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തോളൂ. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നതാണ്. ഇനിയിപ്പോൾ വേറൊരു ടണൽ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ലേ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇത് ഇങ്ങോട്ട് കാണിച്ചു, ഇതുണ്ടോ, ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷെ അതും ആക്റ്റീവ് അല്ല. റോഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലോ മലയിൽ നിന്ന് ഇങ്ങനെ സ്നോ ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് ഇപ്പം മാർച്ച് 3rd വീക്കാണ്, എന്നിട്ട് പോലും ചെറുതായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സ്നോ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതാ ടണൽ, ആ ടണലിൻ്റെ എക്സിറ്റ് ഇവിടെ കേട്ടോ. ഇത് വഴിയാണ് ഞങ്ങൾ വന്നത്. ഇതിന് മുന്നേ ഒക്കെ ഈ വില്ലേജ് കൊണ്ട് ഈ ടണലിന് മുന്നേ 6 മാസം ഈ വില്ലേജ് അടഞ്ഞു കിടക്കും.